ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ 23-ാമത്തെ നോമ്പിൽ എത്തി നിൽക്കുകയാണ്. മോളിതാ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് അവർക്ക് എക്സാം ഉണ്ട്. ഇനി ഒരു എക്സാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ അടയ്ക്കും മോൾക്ക്. 26-ാം തീയതി മോൾക്ക് സ്കൂൾ അടയ്ക്കും, 27-ാം തീയതി മക്കൾക്ക് രണ്ടുപേർക്കും അടയ്ക്കത്തുള്ളൂ. മോളെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വന്ന് അരി ആട്ടി വെച്ചു. അരി ആട്ടി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടുക്കളയിലോട്ട് കയറേണ്ടത് വൈകിട്ട് കയറിയാൽ മതി. പിന്നെ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് എഗ് സമോസയാണ്. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ടാണ് കേട്ടോ, സമൂസയുടെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ടാണ്. ഇനി ഈ സവാളയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വരുന്നൊന്നും പോവുകയൊന്നും വേണ്ട. ചെറുതായിട്ട് ആ ഉള്ളിയുടെ പച്ച ഇത് മാറിയാൽ മാത്രം മതി. നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ച ഇത് മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കണം. 4 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 4 മുട്ടയും കൂടെ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാവും. നമ്മൾ എഗ് ബുർജി തയ്യാറാക്കത്തില്ലേ, ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്നിരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് രാത്രിയിലത്തേക്ക് ഇന്ന് മസാല ദോശയാണ്. അതിൻ്റെ മസാല ദോശയുടെ ഫില്ലിങ്ങിനായിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ കുക്കറിൽ ഉപ്പ് ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഫില്ല് ചെയ്തെടുക്കാം. നോർമലായിട്ട് നമ്മൾ സമൂസ ഫില്ല് ചെയ്യുന്ന പോലെ അല്ല, ഇതേപോലെ 2 ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ സമൂസയുടെ ഇത് ഫില്ല് ചെയ്തെടുക്കുന്നത്. നമ്മൾ എഗ് ബോക്സ് ഒക്കെ ചെയ്യത്തില്ലേ, ആ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. സമൂസ എല്ലാം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പൊട്ടറ്റോ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം നമ്മുടെ മസാല ദോശയുടെ ഫില്ലിങ് ഇവിടെ റെഡിയായിട്ട് കിട്ടും. ഇന്നത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ആപ്പിളും മാങ്ങയും പഴവും ഈന്തപ്പഴവും ഒക്കെയാണ് എടുത്തേക്കുന്നത്. പഴം വലുതായിട്ടല്ല, തീരെ ചെറുതായിട്ടില്ല, ഉടച്ച രീതിയിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഈ പാലിന് പകരം ഐസ് വാട്ടർ ചേർത്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ നന്നാറി സിറപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് പാലായതുകൊണ്ട് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി നമ്മുടെ ജ്യൂസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്.
അങ്ങനെ ഞങ്ങളിതാ രാത്രി മസാല ദോശയും വടയൊക്കെ പൊടിച്ചായിരുന്നു. വടയും പിന്നെ ചമ്മന്തിയും സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.